ഭക്തിയും ആകാംക്ഷയുമീർത്തി മഹാകുംഭമേളയ്ക്ക് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഉത്തർപ്രദേശിലെ ത്രിവേണി സംഗമഭൂമിയിലേക്ക് തീർത്ഥാടക പ്രവാഹമാണ്. പ്രയാഗ്രാജിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകാൻ ജനം ടിവിയും സജ്ജമായി കഴിഞ്ഞു. നന്ദഗോപൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. നന്ദൻ, മഹാസംഗമത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം. ഇപ്പോഴും വലിയ ഭക്തജന തിരക്ക് തന്നെയാണോ അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആധ്യാത്മിക സംഗമം എന്നതിലുപരി ഏറ്റവും വലിയ മനുഷ്യ സംഗമത്തിന് കൂടിയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വേദിയാകുന്നത്. നാളെ നടക്കുന്ന സ്നാനത്തോടു കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുക. ഫെബ്രുവരി 26 ശിവരാത്രി ദിനം വരെ 45 ദിനരാത്രങ്ങളാകും ഇവിടെ ഭക്തസഹസ്രങ്ങൾ തിങ്ങി നിറയുക. ഏതാണ്ട് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് 45 കോടി ജനങ്ങൾ ഈ കുംഭമേളയുടെ ഭാഗമാകുമെന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ ജനസംഖ്യയുടെ ഏതാണ്ട് 10 ഇരട്ടിയോളം ജനങ്ങൾ മോക്ഷപ്രാപ്തിക്കായി ഈ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൻ്റെ മണ്ണിലേക്ക് എത്തുമെന്നുള്ളതാണ് ഉത്തർപ്രദേശ് സർക്കാർ കരുതുന്നത്. നാളെയാണ് ഇതിനുമായി ബന്ധപ്പെട്ട തുടക്കം. അത് കഴിഞ്ഞ് ഓരോ ദിവസങ്ങളിലായി പ്രത്യേക സ്നാനങ്ങൾ നടക്കുന്നു. ഈ കുംഭമേളയുടെ ഏറ്റവും വലിയ സവിശേഷത ഈ ത്രിവേണി സംഗമ ഭൂമിയിൽ, അതായത് ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന പ്രയാഗ്രാജിലെ ഈ പുണ്യഭൂമിയിൽ ഈ കാണുന്ന ഗംഗാ നദിയിൽ ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുക എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപവിത്രവും പുണ്യമായി കരുതുന്നത്. അതിനായി കൃത്യമായി 6 ദിനരാത്രങ്ങൾ, 6 ദിവസങ്ങളാണ് സ്നാനത്തിനായി ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ പ്രധാനമായും 3 ദിവസങ്ങൾ, ആ 3 ദിവസങ്ങളാകും ഈ അഘോരി സന്യാസിമാരുടെ സ്നാനം. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ വലിയ വാളും പരിചയും അതേപോലെ തന്നെ ആനപ്പുറത്തും കുതിരപ്പുറത്തുമൊക്കെ എത്തി വലിയ സന്യാസി ശ്രേഷ്ഠന്മാർ സ്നാനം നടത്തുന്ന കർമ്മം, അത് ഈ 45 ദിവസങ്ങളിൽ 3 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അത് 14-ാം തീയതി പുലർച്ചെ 3 മണിക്കാണ് അതിന് തുടക്കം. 14-ാം തീയതി അങ്ങനെ പ്രധാന ഷാഹി സ്നാനം എന്നുള്ളതാണ്, രാജകീയ സ്നാനം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഷാഹി സ്നാനം ഒരു ദിവസം നടക്കുന്നു. പിന്നെ അതിനുശേഷം 26-ാം തീയതിയാണ് മറ്റൊരു ഷാഹി സ്നാനം, രാജകീയ സ്നാനം നടക്കുന്നത്. പിന്നെ ഫെബ്രുവരി 3, ഇങ്ങനെ 3 ദിവസങ്ങളിൽ പ്രധാന സ്നാനം നടക്കും. ആ ദിവസങ്ങളിൽ മാത്രം ഏതാണ്ട് 10 കോടിയിലധികം ജനങ്ങൾ ഈ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. ഭക്തർക്ക് വേണ്ട മുഴുവൻ സൗകര്യങ്ങളും സുരക്ഷയും ഉത്തർപ്രദേശ് സർക്കാർ ഒരുക്കി കഴിഞ്ഞു. ത്രിവേണി സംഗമ ഭൂമിയിൽ ഈ ഗംഗാ നദീ തീരത്ത് വലിയ ഒഴുക്കാണ്. പ്രത്യേകമായി NDRF സംഘത്തെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഘാട്ടുകളിലും, അതായത് ഓരോ കടവുകളിലും ഭക്തർ കുളിക്കുന്നിടത്ത് NDRFിൻ്റെ സംഘം ബോട്ടുമായി, പ്രത്യേക സജ്ജീകരിച്ച ബോട്ടുമായി ഏതെങ്കിലും തരത്തിലുള്ള ആപത്ഘട്ടങ്ങളിൽ ഭക്തർക്ക് സഹായമായി എത്തി നിൽപ്പുണ്ട്. മാത്രമല്ല വെള്ളത്തിനടിയിലേക്ക് 100 മീറ്റർ ആഴത്തിൽ പോയി നിരീക്ഷണം നടത്താൻ കഴിയുന്ന ഡ്രോൺ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ആകാശത്തേക്ക് 120 മീറ്റർ പറന്നുയർന്ന് ഈ മുഴുവൻ ആകാശത്തു നിന്നുള്ള വീക്ഷണങ്ങളും ഒപ്പിയെടുക്കാൻ കഴിയുന്നുള്ള ഡ്രോൺ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ഡ്രോണുകൾ ഈ മേഖലയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട്. സുരക്ഷയ്ക്ക് വലിയ മുൻകരുതലുകളാണ് കരുതുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഒരു 7 ലെവൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ അർദ്ധസൈനിക വിഭാഗങ്ങളെല്ലാം പ്രയാഗ്രാജിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സൈനിക വിഭാഗവും പ്രയാഗ്രാജിൽ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ ഭാഗമായി സൈന്യവും പ്രയാഗ്രാജിലുണ്ട്. ഇങ്ങനെ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏതാണ്ട് 1.5 ലക്ഷം താൽക്കാലിക ടെൻറ്റുകളാണ് ഭക്തർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 4.5 ലക്ഷം പുതിയ വൈദ്യുതി കണക്ഷനുകൾ നൽകി കഴിഞ്ഞു. അതേപോലെ തന്നെ 1 ലക്ഷത്തിലധികം താൽക്കാലിക ശുചിമുറികളും മറ്റും ക്രമീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ വലിയ സജ്ജീകരണങ്ങൾ കഴിഞ്ഞ 6 മാസമായി ഉത്തർപ്രദേശ് സർക്കാർ ഏതാണ്ട് 10 മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഈ മേഖലകളിൽ ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി തമ്പടിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഏതാണ്ട് 60ഓളം IAS ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പുകളെ സംയോജിപ്പിക്കുവാൻ വേണ്ടി ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. താൽക്കാലികമായി കുംഭമേള നടക്കുന്ന പ്രദേശത്തെ താൽക്കാലികമായി പ്രത്യേക ജില്ലയായി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും സവിശേഷതയാണ്. അങ്ങനെ പ്രത്യേക ജില്ലയായി ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടെ വേണ്ട ഒരുക്കങ്ങളും മറ്റും നടത്തുന്നത്. ഏതായാലും നാളെ നടക്കുന്ന സ്നാനത്തോടു കൂടിയാണ് മഹാകുംഭമേള, 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയ്ക്ക് തുടക്കമാകുന്നത്. സുരേഷ്, 45 ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയ്ക്കാണ് നാളെയോടെ തുടക്കമാകുന്നത്. പ്രയാഗ്രാജിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.